ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗായ്സ്, നമ്മൾ പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഗെയിമിൻ്റെ പേര് പറയുന്നത് യൂറോപ്യൻ ലക്ഷറി കാർസ് എന്നാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി. അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടി നമുക്ക് ഫ്രണ്ടിലേക്ക് എടുക്കുക. ഇവിടെ വണ്ടി മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ്. അപ്പോൾ നമ്മളെ വണ്ടി കയറുന്നത് മെഴ്സിഡീസിൻ്റെ ബെൻസ് GLS ആണ്. അപ്പോൾ ഈ വണ്ടി മൊത്തം മോഡിഫൈ ആണ്. മുകളിൽ മൊത്തം ലൈറ്റ്, പിന്നെ ടയറൊക്കെ മൊത്തത്തിൽ മോഡിഫൈ ആണ്. ഇനി ഗ്ലാസും കൂടി നമുക്ക് ടിൻ്റ് അടിക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ പറഞ്ഞാൽ ഇതിൻ്റെ ഡിക്കാണ്. ഞങ്ങൾക്ക് ഡിക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡിക്ക് തുറക്കാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ ഡിക്കൊക്കെ തുറന്നിട്ടുണ്ട്. ഈ ഡിക്കിൻ്റെ ഉള്ളിൽ മൊത്തം ഒരു DJ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിക്ക് അടക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എടുത്തിട്ട് നമുക്കൊന്ന് കറങ്ങാൻ പോയിട്ട് വരാം. ഇതിൻ്റെ ഇൻറ്റീരിയറും കൂടി കാണിച്ചു തരാം. നമ്മൾ കണ്ടാ ഇതിൻ്റെ ഇൻറ്റീരിയൽ നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇങ്ങനെ ഓടിക്കണ്ട, ഇങ്ങനെ ഓടിക്കണതാണ് നമുക്ക് നല്ലത്. ഇതങ്ങനെ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിക്ക് ഭയങ്കര സ്പീഡുണ്ട് കേട്ടോ. പോരാത്തിന് ബൂസ്റ്ററും ഉള്ളതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി നേരെ താഴത്തേക്ക് പോയേക്കാം. ഇപ്പോൾ ഈ ഗെയിം ഞാൻ ആദ്യമായിട്ട് കളിക്കണോണ്ട് ഇതിൻ്റെ മാപ്പിനെ കുറിച്ച് അത്ര അറിയത്തില്ല. നമുക്കൊരു വണ്ടിക്ക് ബ്രേക്ക് ഇത്ര ഇല്ല, പിടിച്ചിട്ടും വണ്ടി നിൽക്കുന്നില്ല. ഓക്കെ, ഈ ഗെയിമിന് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് കൊടുക്കാൻ പോകണ്ടേ. നമ്മളിവിടെ അടുത്തൊരു പെട്രോള് പമ്പ് ഉണ്ട്, അവിടേക്ക് നമുക്ക് പോവാം. ഓക്കെ, വണ്ടിയിൽ പെട്രോളൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് വെറുതെ പോയിട്ട് തരാമല്ലോ. ഇങ്ങോട്ട് നമുക്ക് കുറച്ച് അവിടെ എത്തുമ്പോൾ എന്തായാലും മൊത്തം പെട്രോൾ പോവും. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. പിന്നെ ഈ സിറ്റി മൊത്തത്തിൽ ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒരു വില്ലേജ് രീതിയിലാണ്. ഇതിൽ നമുക്ക് കുറേ വീടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ലൊക്കേഷൻ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ അപ്പുറത്തൊരു മല ഉണ്ട്, ആ മല കയറി പോയി കഴിഞ്ഞാൽ നമ്മളെ വേറെ വീട്ടിലേക്ക് എൻ്റെ റബ്ബേ, വണ്ടി കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പണിയാണ്. ഓക്കെ, നമുക്ക് ഓക്കെ ഇതാ ഇവിടെയാണ് പെട്രോൾ പമ്പും നിങ്ങൾക്ക് വരണേ. നമുക്കിപ്പോൾ എന്തായാലും ഒന്നും അടിക്കണ്ട. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ വണ്ടീൻ്റെ സൗണ്ടൊക്കെ എങ്ങനെ ഉണ്ടോ ഒന്ന് കേൾപ്പിച്ചു തരാം. വണ്ടി നിൽക്കടാ. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടീൻ്റെ സൗണ്ട് കാണാൻ നമുക്ക് കേൾപ്പിച്ചു തരാം. ഗൈസ്, ഇങ്ങനെയുണ്ട് സൗണ്ട്. ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. നമുക്ക് ബൂസ്റ്റർ ഇട്ടിട്ടും കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാക്ക് സീനാണ്. സൗണ്ട് കേട്ടി ചേർക്കും. ഓക്കെ ഗൈസ്, ഇതിൻ്റെ സൗണ്ട് രസമുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് പറയും. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കാം. നോക്കിയെടുക്കേണ്ടി വരും. ഇപ്പം എന്തായാലും നമുക്ക് വണ്ടി പോകും. പിന്നെ രാത്രിയായല്ലോ, പൊട്ടിച്ച പോകുന്ന രാത്രി ആയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം. അപ്പം നമുക്ക് എന്തായാലും ഇനി വീട്ടിലേക്കാണ് തിരിക്കുക. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മളുള്ളത് കടയിലാണ്, വണ്ടീൻ്റെ കടയിലാണ്. നമ്മളിപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് വന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് നമ്മളെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മളെ പോലീസ് പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് മൊത്തം ഊരിയിട്ട് ഇനി അത് മൊത്തം ഊരിയതിന് ശേഷം മാത്രം ഇനി റോട്ടിലേക്ക് വണ്ടി ഇറക്കിയാൽ മതിയെന്ന്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇനി നമുക്ക് അയച്ച് മാറ്റേണ്ടി വരും. ബമ്പറൊക്കെ വേറെ കയറ്റിയതാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ബമ്പറും കാര്യങ്ങളൊക്കെ അയച്ചിട്ടേക്കാം ആദ്യം. ഓക്കെ, ഇനി നമുക്ക് ബാക്കത്തെ ബമ്പർ മാറിയിട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ ഇതാ ഈ അടി ഇവിടെ അല്ല ഞാൻ കാണിച്ചതാ. അതാ ഈ സാധനം കണ്ട അടിയത്തെ അതൊക്കെ നമ്മൾ വേറെ മാറ്റിയതായിരുന്നു. അതാണ് നമ്മളെ സാധനം. ബോണറ്റ് നമ്മൾ ബോണറ്റും മാറ്റിയിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്തായാലും ഇങ്ങനെ വെച്ചേക്കാം. മുകളിലത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ആക്കാം. പിന്നെ ആ ബാക്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ സാധനം ഇതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ടേക്കാം. ഓക്കെ, നമുക്ക് ഇനി ടയർ മാറ്റണം. സ്റ്റോക്ക് ടയറാക്കാനാണ് എന്നോട് പറഞ്ഞത്. സ്റ്റോക്ക് പറയുമ്പോൾ
എന്താ ആദ്യം നമ്മളിപ്പോൾ കാണിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ ടയർ ഇട്ടിട്ട് ആദ്യം പോകേണ്ടത്. പിന്നെ വന്നിട്ട് നമുക്കിതാ ഈ ടയർ ഇടേണ്ടി വരും. എന്തായാലും ഈ ടയർ ഇട്ടിട്ടപ്പോൾ നമ്മൾ പോണത്. പിന്നെ നമ്മൾ ബാക്ക് ബൂട്ടും കാര്യങ്ങളൊക്കെ മൊത്തം മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമുക്ക് ബ്രേക്കൊക്കെ നോട്ടെ. പിന്നെ ഉള്ളിലത്തെ ആ സാധനം കണ്ട ഇതും അവർ മാറ്റാൻ പറഞ്ഞു. ഇത് എന്ത് കാര്യത്തിനാണ് മാറ്റാൻ പറഞ്ഞത് നമുക്കറിയില്ല. നമുക്ക് തൽക്കാലം വീട് ഇട്ടേക്കാം, വീല്. പിന്നെ പറയാൻ ഓക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വണ്ടീൻ്റെ. ഇനി വണ്ടി നമ്മൾ ബാക്ക് അടിക്കുകയാണേ. ബിക്കോസ് എന്താ വെച്ചാൽ നമുക്ക് വണ്ടീൻ്റെ കളറാണ് മാറ്റേണ്ടത്. ഇപ്പോൾ നമുക്ക് പെയിൻറ്റിൻ്റെ ഷോപ്പിലോട്ട് പോവാം. ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് പെയിൻറ്റിൻ്റെ ഷോപ്പും നിങ്ങൾക്ക് വരുന്നത്. നമുക്ക് എന്തായാലും വണ്ടീൻ്റെ കളറൊക്കെ മാറ്റിയിട്ടേക്കാം, ബ്ലാക്ക് കളറാക്കിയേക്കാം. പിന്നെ ഗ്ലാസ്സിന് കൂടെ ടിൻ്റ് അടിക്കണമൊന്നുമില്ല. ഞാൻ നോക്കട്ടെ കേട്ടോ. ഈ ബ്ലാക്ക് വേണം, അതോ ഈ ബ്ലാക്ക് വിടും? ഓക്കെ, ഇതാണ് രസം. നമുക്ക് ടയർ ഇത് വേണ്ട, നമുക്ക് ടയർ നമുക്ക് സ്റ്റോക്ക് തന്നെ ആക്കാം. മറ്റേത് ഒരു രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബോഡി ഷോപ്പ് പോവാം. ടയർ നമുക്ക് സ്റ്റോക്ക് ആക്കിയിട്ട് വരാം. ടയർ കിട്ടി. ഓക്കെ, ഇതാണ് സ്റ്റോക്ക് വേണ്ട. നമുക്ക് ഇച്ചിരി മോഡിഫിക്കേഷൻ രീതിയിലാക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ പണ്ടത്തെ അതേ ടയർ തന്നെ ഇടാം. അതാ നല്ലത്, അതേ രസം കാണാൻ. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മളെ മറ്റേ വീട് പറഞ്ഞത്. ഇവിടെ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ പോകാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് നേരെ നിന്ന് ഇറങ്ങിയേക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ വണ്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ട നമ്മളെ ബമ്പറൊക്കെ പഴയ പോലെ തന്നെ കയറ്റിയിട്ടുണ്ട്. പിന്നെ ടയർ എന്താ മാറത്ത്? നമുക്ക് എന്തായാലും ഇപ്പോൾ പോയിട്ട് ടയറൊന്ന് മാറിയിട്ട് വരാം. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു പുതിയ വണ്ടി എടുക്കാനാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഇത്ര ദിവസം യൂസ് ചെയ്തിരുന്ന വണ്ടി. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഈ വണ്ടി മാറ്റാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി മാറ്റിയേക്കാം. ഇവിടെ കുറേ വണ്ടികളുണ്ട്. റോൾസ് റോയ്സിൻ്റെ ഓൾഡ് മോഡൽ വണ്ടിയുണ്ട്. പിന്നെ ഒരു ജി വാഗൺ വരുന്നുണ്ട്, മിനി കൂപ്പർ ഉണ്ട്, ബുഗാട്ടി ഉണ്ട്. നമുക്കിതിന് നല്ലൊരു വണ്ടി സെലക്ട് ചെയ്യണം. പിന്നെ ഇതുണ്ട്. നല്ല കളക്ഷൻസ് ഒന്നും ഇല്ലേ? നമുക്ക് സൂപ്പർ കാർസ് ഒന്നും വേണ്ട, XUV മോഡൽ വണ്ടികൾ അങ്ങനത്തെ മതി. ഓക്കെ, ഇതിപ്പോഴത്തെ പുതിയ മോഡൽ വണ്ടിയാണ് കേട്ടോ. നോക്കട്ടെ വേറെ വണ്ടികൾ. ഇവിടെ ഒരു ഔഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞമ്മക്ക് വേണ്ട. ഗൈസ്, ഇതാ ഓഗിൻ്റെ കാറല്ലേ ഗൈസ്? ഓഗിൻ്റെ കാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അംബാസഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതും ബെൻസിൻ്റെ വണ്ടി തന്നെയാണ്. നമുക്ക് ഇതെന്തായാലും ഒന്ന് എടുത്ത് നോക്കി നോക്കാം. ചെറിയൊരു ഡ്രൈവിങ് വന്നതിന് ശേഷം നമുക്ക് വേറെ വണ്ടി എടുക്കട്ടോ. നമുക്ക് ജസ്റ്റ് ഇതെന്തായാലും ഓടിച്ച് നോക്കിയിട്ട് വരാം. എന്തായാലും നമുക്ക് ഓടിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിത് എന്തായാലും ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. എന്തായാലും ഇത് നമ്മളിന്ന് പുതിയൊരു സ്ഥലമാണ് എടുത്തത്. ഇവിടെ നമുക്ക് വീടുകളൊക്കെ ഉണ്ട്. ഇതൊരു വില്ലേജ് ഏരിയയാണ്, പക്ഷെ എൻ്റെ ഏരിയ മാത്രം ഒരു ലക്ഷറി ഏരിയയാണ്. വണ്ടിക്ക് സ്പീഡ് ഉണ്ട് കേട്ടോ, പിടിച്ചിട്ട് കിട്ടണില്ല. നമ്മളെ വണ്ടീനെ നമുക്ക് ഫ്രണ്ട് ലുക്ക് ഒന്ന് നോക്കി നോക്കട്ടോ. ഫ്രണ്ട് ലുക്ക് രസമുണ്ടാകും. വണ്ടി ഓഫ് ആക്കിയിട്ട് ഓണാക്കാം. നമുക്ക് ലൈറ്റ് ഇട്ടോ, ലൈറ്റ് ഇവിടെ ലൈറ്റ് അതൊക്കെ സീൻ ലുക്ക് വണ്ടിക്ക്. അത് വിളിച്ചത് എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് വേഗം പോവാം. എന്നിട്ട് നമുക്ക് ഈ വണ്ടിയിൽ നോക്കിയിട്ട് വേണം നമുക്ക് അടുത്ത വണ്ടിയിൽ പോവാൻ. ഓക്കെ ഗൈസ്, റോഡ് നമുക്ക് അവിടെ കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ബൂസ്റ്റർ ഇട്ടിട്ടാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചാൽ പാലം നമ്മളെ മേത്ത് കുത്തിയെന്ന്. ഓക്കെ ഗൈസ്, നമ്മൾ പറപ്പിച്ച് വിടുകയാണ്. നമുക്ക് വേഗം പോവാം. ഓക്കെ ഗൈസ്, 100 കടന്നിട്ടുണ്ട്. എൻ്റെ മോനെ വണ്ടി മൊത്തം സ്പീഡിലാണല്ലോ. പൊന്നെ, വണ്ടി ഒന്നും പറ്റില്ല. ഇപ്പം എന്തായാലും നമ്മളെ വണ്ടി നമുക്ക് എടുത്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഇൻറ്റീരിയൽ കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. ശരിക്കത്തെ വണ്ടി തന്നെ.
പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാലേ ഡ്രൈവറിൻ്റെ അവിടെ ഉണ്ടാകുന്ന സാധനമല്ലേ ചില്ലും പൊക്കാനും താത്താനും അത് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഉണ്ടോ? ഇല്ല ഗൈസ്, ഇവിടെ ഇല്ല. അത് വല്ലാത്തൊരു കാര്യമായി. നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ വിട്ടോക്കാം. ഇന്നെന്താ ഇവിടെ ഹർത്താൽ എന്താണോ? റോട്ടിൽ ആരും ഇല്ലല്ലോ. ഗൈസ് നമ്മളെ വണ്ടി പറപ്പിച്ച് വിടാം. ഓക്കെ. ഓ അല്ല ഗൈസ്, ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ താഴത്ത്? അയ്യോ ഗൈസ്, ഇവിടെ ഒരു മല ഇരുന്നിട്ടാ. മലേൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഇത്ര നേരം. വണ്ടി മൊത്തം ഡാമേജ് ആണല്ലോ. ഇപ്പോൾ എടുത്തിട്ടുള്ളൂ വണ്ടി, അപ്പോഴേക്കും ഡാമേജ് അങ്ങനെയൊക്കെ തുടങ്ങി. എൻ്റെ പൊന്നെ. ഓക്കെ ഗൈസ്, ഇപ്പം തന്നെ വണ്ടിയുടെ മൊത്തം പരിവം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.